നമസ്കാരം. അംബേദ്കറിന്റെ ഭരണഘടനയെ ആരും തൊടില്ലെന്ന് യോഗി. BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടന പൊളിച്ചടുക്കുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് മുഖത്തടിയായിരിക്കുകയാണ് യോഗിയുടെ ഈ പ്രതികരണം. വ്യക്തി നിയമമോ ശരീഅത്ത് നിയമമോ അല്ല, ബാബാ സാഹിബ് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന തന്നെയായിരിക്കും രാജ്യം മുറുകെ പിടിക്കുക. അതിനെ തൊടാൻ ആർക്കും കഴിയില്ല. അത് പറഞ്ഞ BJPയെ താഴെ ഇറക്കാനും കഴിയില്ല. രാഹുൽ വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കുകയുമില്ല. BJPക്കെതിരെ കോൺഗ്രസ് നടത്തുന്നത് വില കുറഞ്ഞ ആരോപണങ്ങളാണ്. ഭരണഘടന പൊളിച്ചെഴുതുമെന്ന് പറയുന്നതിന് പിന്നിൽ BJPയെ താഴെ ഇറക്കാനുള്ള തന്ത്രങ്ങളാണ്. തിരഞ്ഞെടുപ്പിന് എങ്ങനെയും രാജ്യം പിടിച്ചടക്കാൻ കോൺഗ്രസ് നാണം കെട്ട കളികൾ കളിക്കുന്നു. രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ BJPക്ക് മാത്രമേ ഇന്ന് കഴിയൂ. ഇനി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കില്ല എന്ന് ഉറപ്പുള്ളതാവുകയാണ്. അതുതന്നെയാണ് അവരുടെ ഭയവും. ഭരണഘടനയെ തൊട്ടുകളിച്ചാൽ രാജ്യത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസ് മനക്കോട്ട കെട്ടി. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഭരണഘടനയെ പരിഹസിക്കുകയാണെന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. വ്യക്തി നിയമമോ ശരീഅത്ത് നിയമമോ അല്ല, ബാബാ സാഹിബ് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന തന്നെയാകും രാജ്യം മുറുകെ പിടിക്കുമെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു. അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞാൽ രാജ്യത്തുണ്ടാകുന്ന പ്രക്ഷോഭം മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധി ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല. ദാദാ സാഹിബ് അംബേദ്കറിന്റെ ഭരണഘടന ഭാരതം മുറുകെ പിടിക്കും. അതുതന്നെയാണ് BJPയെ മുന്നോട്ട് നയിക്കുന്നത്. ആദ്യം ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിനെതിരെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഭരണഘടന പൊളിച്ചു മാറ്റുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തെ സമാധാനം ഇല്ലാതാക്കാനാണ് കോൺഗ്രസും രാഹുലും ശ്രമിക്കുന്നത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വരാനിരിക്കുന്ന പരാജയം മുൻകൂട്ടി കണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവർ വിജയിക്കില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ല വിവരമുണ്ട്. അവർ മോദി സർക്കാരിനെ വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കും. മൂന്നാം തവണ നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ സത്യപ്രതിജ്ഞ കർത്തവ്യപഥിലാണ് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജൂൺ 9-നോ 10-നോ സത്യപ്രതിജ്ഞ നടന്നേക്കുമെന്നും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച സൂചനയിലുണ്ട്. രാമന്റെയും രാഷ്ട്രത്തിന്റെയും പരമഭക്തനായ മോദിജി തന്നെ ഭൂരിപക്ഷത്തോടെ സർക്കാരിനെ നയിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ അംബേദ്കറെ വെല്ലുവിളിച്ച കോൺഗ്രസ് സർക്കാർ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 370 നിർബന്ധിതമായി ഉൾപ്പെടുത്തി. കോൺഗ്രസ് ഭരണഘടനയിൽ വരുത്തിയ നിരവധി ഭേദഗതികൾ പ്രസിദ്ധമാണ്. പാർട്ടിയുടെ ആദ്യ സർക്കാർ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പിന്നീട് 1975-ൽ ഭരണഘടനയെ തകർക്കാൻ കോൺഗ്രസ് സർക്കാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. അംബേദ്കർ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവരണത്തെ നിരന്തരം എതിർത്തു. ഇതൊക്കെയാണെങ്കിലും SC, ST, OBC വിഭാഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സംവരണം ലംഘിക്കാൻ കോൺഗ്രസ് നിരന്തരം ശ്രമിച്ചു. BJPക്ക് വ്യാപകമായ പിന്തുണ ലഭിക്കുന്നത് പെട്ടെന്നുണ്ടായ കാര്യമല്ല. കഴിഞ്ഞ ദശകത്തിൽ മോദിജിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ കൊണ്ടുവന്ന സുപ്രധാന മാറ്റങ്ങളുടെ ഫലമാണ് ഇതിന്റെയൊക്കെ മാറ്റത്തിന് പിന്നിലെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു.